ഹായ് സുഹൃത്തുക്കളെ, ഫാം കുക്കിംഗ് ബൈ ജസൻ വില്ലേജ് ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ താമര വിത്ത് കൊണ്ട് പായസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താമര വിത്ത് സേമിയ പായസമാണ് സുഹൃത്തുക്കളെ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മളിന്ന് താമര വിത്ത് പായസം ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്ന 1 കിലോ താമര വിത്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്. താമര വിത്ത് സേമിയ പായസത്തിന് എടുത്തിരിക്കുന്ന സാധനങ്ങൾ: കശുവണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, സേമിയ, ശർക്കര, തേങ്ങയുടെ 1-ാം പാല്, തേങ്ങ 2-ാം പാല്, നെയ്യ്, അരമുറി തേങ്ങായും. സേമിയ നമുക്ക് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കാം. ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇപ്പോൾ നല്ലപോലെ ശർക്കരപ്പാനി അയച്ചെടുക്കാം. അടുത്തതായിട്ട് സുഹൃത്തുക്കളെ താമര വിത്ത് നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. താമര വിത്ത് നമുക്ക് നെയ്ക്കകത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം. താമര വിത്ത് നെയ്യിൽ നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് ഇതിലോട്ട് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അടുത്ത് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. രണ്ടാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അടുത്ത നമുക്ക് കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഏലക്കാപ്പൊടി, ഇപ്പോൾ നമുക്ക് തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. സുഹൃത്തുക്കളെ, താമര വിത്ത് സേമിയ പായസം റെഡി ആയിട്ടുണ്ട്.
தாமரை விதை பாயசம் சூப்பராக இருக்குது, நல்லா டேஸ்ட்டாக இருக்குது. பொங்கல் பாயாசம் சூப்பர். താമരവത പായസം സൂപ്പർ. എല്ലാ സുഹൃത്തുക്കൾക്കും പൊങ്കൽ ആശംസകൾ. ഇനിയ പൊങ്കൽ നൽവാഴ്ത്തുക്കൾ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫാം കുക്കിംഗ് ബൈ ജസൻ.